അതെ, നമ്മൾ ഫുഡ് കഴിക്കുന്നത് എന്നാത്തിന് വേണ്ടിയാണ്? നമ്മുടെ ക്രേവിങ്സ് മാറ്റാൻ വേണ്ടിയാണോ? അതോ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വിശക്കാറുണ്ട്, അപ്പോൾ എങ്ങനെയും ആ വിശപ്പൊന്ന് മാറട്ടെന്ന് വെച്ച് വിശപ്പ് മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നതോ അല്ലെങ്കിൽ കഴിക്കേണ്ടതോ ആയിട്ടുള്ള റീസൺസ് നമ്മുടെ ഈ ക്രേവിങ്സിനെ അകറ്റി നിർത്താനോ അല്ലെങ്കിൽ ഈ വിശപ്പ് ഉണ്ടാകുന്നുണ്ട് ഇതിനെ എങ്ങനെയും ഒന്ന് ഒതുക്കി നിർത്താനോ വേണ്ടിയൊന്നുമല്ല. ഒരു ദിവസം നമ്മളെ ഫുള്ളി ഫങ്ഷൻഡ് ആയിട്ടും എനർജറ്റിക് ആയിട്ടും ഒക്കെ മുൻപോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നമ്മുടെ ശരീരത്തിന് ഒത്തിരി ഘടകങ്ങൾ ആവശ്യമായിട്ടുണ്ട്. ഇതിൽ പലതും നമ്മുടെ ശരീരത്തിന് ഉണ്ടാക്കാൻ കഴിയുമെങ്കിലും മെജോറിറ്റിയും നമ്മുടെ ശരീരത്തിന് ഉണ്ടാക്കാൻ കഴിയുന്നവയല്ല. സോ ഈ ഈറ്റിംഗ് എന്ന് പറയുന്ന ഈ പ്രോസസ്സിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിന് ഉണ്ടാക്കാൻ കഴിയാത്ത നമ്മുടെ ഡെയിലി ഫങ്ഷനിങ്ങിന് ആവശ്യമായിട്ടുള്ള പല പദാർത്ഥങ്ങളെയും നമ്മളുടെ ബോഡിക്ക് അവൈലബിൾ ആക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈറ്റിംഗ് എന്ന ഈ ഒരു പ്രോസസ്സിന്റെ ഉദ്ദേശം തന്നെ. പക്ഷെങ്കിൽ പലപ്പോഴും ടേസ്റ്റും കൺവീനിയൻസും ഒക്കെ നമ്മുടെ നെസസിറ്റിയെ മറികടന്ന് പോകാറുണ്ടെന്നുള്ളതാണ് സത്യം. ഇത് തന്നെയാണ് പല അസുഖങ്ങളുടെയും സ്റ്റാർട്ടിങ് പോയിന്റും. നമ്മൾ ടേസ്റ്റും അതുപോലെ തന്നെ നമ്മൾ ഫുഡിൽ ഭയങ്കര അധികം ചൂസിയൊക്കെ ആകുന്നത് മൂലം എന്ന് വെച്ചാൽ ഞാൻ അത് കഴിക്കുകയില്ല, എനിക്കിത് മാത്രമാണ് ഇഷ്ടം, ഞാൻ അങ്ങനെയുള്ള ഫുഡ് മാത്രമേ കഴിക്കത്തുള്ളൂ, ഇങ്ങനെ നമ്മൾ ഫുഡിൻ്റെ ഏരിയയിൽ നമ്മൾ ഭയങ്കര ചൂസി ആവുകയും അതുപോലെ തന്നെ നമ്മുടെ കൺവീനിയൻസിനനുസരിച്ച് മാത്രം നമ്മൾ ഫുഡ് കഴിക്കുകയൊക്കെ ചെയ്യുന്നത് മൂലം നമ്മുടെ ബോഡി ഒരു സഫറിങ് സ്റ്റേറ്റിലോട്ടാണ് എൻ്റർ ചെയ്യുന്നത്. സോ ഈ ഒരു സഫറിങ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് വളരെ സ്ലോ സ്റ്റേറ്റ് ആയിരിക്കും. നമ്മുടെ ബോഡി പെട്ടെന്നൊന്നും അതിനോട് പ്രതികരിക്കുകയില്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പം കൈ ഒന്ന് മുറിച്ചാൽ അത് ഇച്ചിരി ഡീപ്പ് നല്ലൊരു മുറിവാണെങ്കിൽ ബ്ലഡ് പെട്ടെന്ന് ഒഴുകാൻ തുടങ്ങും, കുറേ ബ്ലഡ് ലോസ് ആയാൽ നിങ്ങൾക്ക് തല ഇറങ്ങാൻ തുടങ്ങും. ഇങ്ങനെയൊക്കെ ഇമ്മീഡിയറ്റ് റെസ്പോൺസും ബോഡി കാണിക്കും. ചില കേസുകളിൽ നമ്മുടെ ബോഡി ഭയങ്കര സ്ലോലി സഫർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റിലോട്ടാണ് പോകുന്നത്. സോ നമ്മളുടെ ഈ ഫുഡ് ഹാബിറ്റ്സിലുണ്ടാകുന്ന ഇംപെർഫെക്ഷൻസ് മൂലം നമ്മുടെ ബോഡി ഒരു സ്ലോലി സഫറിങ് സ്റ്റേറ്റിലോട്ടാണ് എൻ്റർ ചെയ്യുന്നത്. സോ അത് നമുക്ക് പെട്ടെന്ന് അറിയാത്തത് മൂലം നമ്മൾ അതിൻ്റെ എതിരെ കറക്റ്റീവായിട്ടുള്ള മെഷർമെൻറ്റ്സ് എടുക്കുകയില്ലേ. നമ്മളൊരു അൺഹെൽത്തി ഫുഡ് നമ്മൾ ഉടനെ കഴിച്ചാൽ അത് പോയിസണസ് അല്ല എങ്കിൽ നമ്മുടെ ബോഡി വലിയ റിയാക്ഷൻസ് ഒന്നും നമ്മൾ കാണിക്കാറില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ മൈൻഡ് ചെയ്യാതെ വേണം പിന്നെയും പോയി അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് നമ്മൾ പിന്നെയും കഴിച്ചുകൊണ്ടിരിക്കും. സോ ഈ ഒരു സ്ലോ സഫറിങ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്നും അതേപോലെ തന്നെ പോകത്തില്ല. ഒരു പർട്ടിക്കുലർ ഡേയിൽ അതൊരു വലിയ അസുഖമായിട്ട് നമ്മുടെ കയ്യിലോട്ട് തരും. അത് ചിലപ്പം ഡയബറ്റീസ് ആകാം, ഒബസിറ്റി, ഹേർട്ട് റിലേറ്റഡ് ഇഷ്യൂസ് ആകാം, ഈവൻ ഡൈജസ്റ്റീവ് സിസ്റ്റം റിലേറ്റഡ് ഇഷ്യൂസും ആകാം, എരിച്ചില്, പുകച്ചില്, വയറ്റിൽ ഉണ്ടാകുന്ന വിഷയങ്ങൾ, ഇതൊക്കെ നമുക്കറിയാമല്ലോ. പലപ്പോഴും ഇങ്ങനെയുള്ള കൗൺസിലിങ്സ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഹെൽത്ത് അഡ്വൈസസ് യൂഷ്വലി ഹെൽത്തി ആയിരിക്കുന്നത് സ്വീകരിക്കുന്നത് വളരെയധികം കുറവാണ്. എല്ലാവർക്കും വലിയൊരു അസുഖം കരങ്ങളിൽ നീട്ടി വാങ്ങിച്ച് ആശുപത്രിയിൽ വരാനാണ് എപ്പോഴും ഇഷ്ടം. അപ്പോഴും മാത്രമേ നമുക്ക് നമ്മുടെ ശരീരത്തിൻ്റെയും നമ്മുടെ ആരോഗ്യത്തിൻ്റെയും ഒക്കെയും വില എന്തുമാത്രമാണെന്ന് അറിയത്തുള്ളൂ. സോ ഒരു അസുഖം വന്നിട്ട് നമ്മളതിനെ ചികിത്സിക്കുന്നതിൽ എത്രയോ നല്ലതാണ് നമ്മളത് വരുന്നതിന് മുമ്പ് നമ്മുടെ ശരീരം ഹെൽത്തി ആയിട്ട് നമ്മുടെ കരങ്ങളിൽ അത് ഇരിക്കുമ്പോൾ നമ്മളതിനെ ട്രീറ്റ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് ടൈം നിങ്ങൾ ഫുഡ് കഴിക്കുമ്പോൾ നിങ്ങളോട് തന്നെ ചോദിക്കുക, ഇതെൻ്റെ ക്രേവിങ്സ് മാറ്റാൻ വേണ്ടി മാത്രം ഞാൻ കഴിക്കുന്നതാണോ അതോ എൻ്റെ ശരീരത്തിൻ്റെ ആവശ്യകത അറിഞ്ഞ് കഴിക്കുന്നതാണോ എന്ന്. സോ ഗൈസ്, eat with purpose, your body depends on it. Stay happy, stay healthy.